ഇവിടുത്തെ കോഴികൾ വലിയ കോഴികൾക്കൊക്കെ സുഖമായി. ഈ ഒരു കുരുപ്പിൻ്റെ രസം കണ്ടല്ലോ. ബാക്കിയുള്ള കുഞ്ഞുമക്കൾക്കൊക്കെ ഏകദേശമൊക്കെ ഇവിടെ ഉണ്ട്. ചില ഇപ്പോഴും റെഡി ആയി വരുന്നതേ ഉള്ളൂ. ഞാനന്ന് ദച്ചുണ്ടാക്കിയുണ്ട് പാവാടയും വൗസ. ഈ പറയുന്നവര് കേൾക്കുന്നില്ല, അതാ പറയുന്നത്. ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒന്ന് മാറി വരുന്നതേ ഉള്ളൂ. ഇത് വന്നു കഴിഞ്ഞാൽ ഒരു 5-6 ദിവസം എന്തായാലും പിടിക്കൽ, അതൊന്ന് ഉണങ്ങി ഒന്ന് കൊഴിഞ്ഞു പോവാൻ. അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ നന്നായിട്ടുണ്ട് ഈ ഒരു എല്ലാവർക്കും വന്നപ്പം. തനിനാടൻ ഹായ്, എവിടെയാണ്? കോഴികളൊക്കെ എന്ത് പറയുന്നു? കോഴികൾക്കൊക്കെ ഈ ഒരു കാലാവസ്ഥയിൽ നല്ല നല്ല രീതിയിൽ കുരുപ്പൊക്കെ ഉണ്ടല്ലോ. നിങ്ങളെ കോഴികൾക്ക് അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടോ? ഞാനിന്ന് വെറുതെ വന്നത്, ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈവിൽ കുറച്ച് നേരം ഇരിക്കാലോ എന്ന് വിചാരിച്ചു. മുത്തുമോൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഓള് പാവാടയും ബ്ലൗസും അടിച്ച കഥകളൊക്കെ ഓള് പറയുന്നു. അല്ല, അമ്മ പറയുന്ന പോലെ പറയുന്നേ. നമ്മളെ പുതിയ കോഴിക്കുഞ്ഞുങ്ങൾ ഇന്നലെ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനായില്ല. പിന്നെ ഞാനത് കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഷൈജേട്ടാ, കോഴിക്കുഞ്ഞുങ്ങളെ വേണോ? എൻ്റെ അടുത്ത് ഒരുപാട് കോഴിക്കുഞ്ഞുങ്ങളുണ്ട്, നല്ല ഉഷാറായ കോഴിക്കുഞ്ഞുങ്ങൾ. 2 ആഴ്ച പ്രായമൊക്കെ ആവാനായിട്ടുണ്ട്. ഇവിടെ ഒരു തനിനാടനും ഒരു ഷൈജു ഉള്ളത്. എല്ലാവരും എവിടെ പോയായിരിക്കും ബാക്കിയുള്ളവരൊക്കെ കൂടി? എനിക്ക് സമയമില്ല നോക്കാനെന്നാ. ഷൈജന്റെ എത്ര കോഴികളുള്ളത്? 10 കോഴികൾ കുറെ ഉണ്ടോ? കോഴികൾ നോക്കാൻ നല്ല കൂടും കുറച്ച് തീറ്റ ഉണ്ടെങ്കിൽ നോക്കാൻ എന്തിനാ സമയം? എന്ത് ശല്യ എന്റെ നാട്ടിലുള്ളത്? എന്താ കോഴീനെ വളർത്താൻ പറ്റാത്ത എന്തെങ്കിലും? ആരെങ്കിലും നമ്മളെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വായോ. ആരുമില്ലേ? 15 കോഴികളുണ്ടല്ലേ? വലിയ കോഴികളാ? ഒച്ചുണ്ടാക്കാൻ ഇവിടെ ഇപ്പൊ ഒരുപാട് കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യം വിരിഞ്ഞാൽ തന്നെ 20-21 കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പോഴും ഏകദേശം 2 എണ്ണം പിന്നെയും വിരിഞ്ഞില്ലേ. അവരെ 2 പേരെയും കൂടി ഞാൻ ഒരുമിച്ചാക്കി. പിന്നെ ഇന്നലെ വിരിഞ്ഞിറങ്ങിയ ആൾക്കാർ 10 ആൾക്കാരുണ്ട്. ഇപ്പൊ പറഞ്ഞപ്പോ ഇൻക്യുബേറ്ററിൽ വെച്ചതിനെക്കാട്ടിയും ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അല്ല അമ്മ, തിങ്കുവാമിന്റെ വരാത്ത തിങ്കായി വരുന്ന വരെ നമുക്ക് നോക്കിക്കാം. തിങ്കുവാമിന്റെ വരാത്തേ മതി. നമുക്ക് ലൈവില് പോയാൽ വിസിലടിക്കാൻ ഉണ്ടാക്കിയല്ലോ. എൻ്റെ അടുത്ത് ചെറിയ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത്, വലിയ കോയിനെ ഞാൻ കൊടുക്കുന്നില്ല. ആരൊക്കെയോ ചോദിക്കുന്നുണ്ടേ വലിയ കോയിനൊക്കെ. പക്ഷെ വലിയ കോയിനെ കൊടുക്കാൻ ഒരു ഇത്, നമുക്ക് മുട്ടയ്ക്കാണെങ്കിലും വിരിയിച്ചിറക്കാനൊക്കെ ആണെങ്കിൽ വലിയ കോഴികൾ വേണ്ടേ. അപ്പം അതുകൊണ്ട് ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു.